ഇന്നലെ ഇവിടെ ബഹുമാനായ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് നടത്തിയ ചില പ്രസ്താവനകൾ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം കേരളത്തിന് മുൻകാലങ്ങളെക്കാൾ വലിയ തോതിൽ വിഹിതം നൽകി എന്നതാണ്. ഇതില് അദ്ദേഹം പറയുന്നത് ധനകാര്യ കമ്മീഷൻ വഴിയുള്ള വിഹിതത്തെ പറ്റിയാണ്. ആ വിഹിത വിതരണം ആരുടെയും ഔദാര്യമല്ല, ഭരണഘടനാപരമായി സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ട ഒന്നാണ്. ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങളിലും മാനദണ്ഡങ്ങളിലും കൈകടത്തി കേരളത്തിൽ ലഭിക്കേണ്ട അർഹതപ്പെട്ട തുക നിഷേധിക്കുന്നതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നാണ് നാം ഉന്നയിക്കുന്ന പ്രശ്നം. 14ാം കമ്മീഷന്റെ കാലയളവിൽ 2017-18, 2018-19 ഈ വർഷങ്ങളിൽ യഥാക്രമം 16,833 കോടി രൂപ, 19,038 കോടി രൂപ. അതായത് 2017-18 കേരളത്തിൽ ലഭിച്ചത് 16,833, 2018-19 19,038 കോടി. 15ാം കമ്മീഷന്റെ കാലയളവിൽ 2020-21 11,560 കോടി രൂപ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. 2021-22 17,890 കോടി, 2022-23 18,961 കോടി രൂപയാണ് ലഭിച്ചത്. അപ്പോ ഈ കണക്ക് നോക്കിയാൽ മുൻ കമ്മീഷന്റെ കാലയളവിലുള്ളതിനേക്കാൾ നികുതി വിഹിതം കുറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരു കാലത്തും സംഭവിച്ചിട്ടില്ലാത്ത കുറവ് വരുത്തലാണ്. സംസ്ഥാനത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ വിദൂര ഭാവിയെ കുറിച്ചുള്ള സ്വപ്നം അദ്ദേഹം കാണുന്നതായി കണ്ടിട്ടുണ്ട്. കേരളത്തെ ശ്വാസം മുട്ടിച്ച് നശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്ന് പിന്മാറാനാണ് അദ്ദേഹവും കേന്ദ്ര സർക്കാരും തയ്യാറാകേണ്ടത്. അദ്ദേഹം കാണുന്ന സ്വപ്നമൊന്നും കേരള മണ്ണിൽ യാഥാർത്ഥ്യമാകുന്ന ഒന്നല്ല എന്നത് അദ്ദേഹം കാണണം. സ്വപ്നലോകത്ത് നിന്ന് ഇറങ്ങി വന്ന് ഈ തെറ്റായ നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.